ജോബ് അതിൻ്റെ ഇടയിൽ ഒരു ഫിലിമിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പടം കമ്പോസ് ചെയ്യുന്നു. ഒന്ന് പറയൂ, അതിനെക്കുറിച്ചൊക്കെ അറിയാനൊരാഗ്രഹം. അത് അങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നു. ലാൽ സാറിൻ്റെ പടം, രാജീവ് നാഥ് സാറാണ് ഡയറക്ഷൻ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാവാലം നാരായണ പണിക്കർ സാറാണ് 3 പാട്ടും എഴുതിയിരിക്കുന്നത്. അതൊക്കെ ലെജൻസ് ആണ്. ഹൗ ഡു യു ഫീൽ ദ ഡിഫറൻസ്? ഇപ്പോൾ താളം പോലെ ഒരു ഇൻഡിപെൻഡന്റ് ആൽബം ചെയ്തപ്പോൾ യു ഹാഡ് നോ ഇന്റർഫിയറൻസ് ഫ്രം എനിവെയർ അല്ലേ? ഫിലിം മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ ആ പടത്തിന് വേണ്ടിയാണ് മ്യൂസിക് കൊടുക്കേണ്ടത്, ആ സിറ്റുവേഷന് വേണ്ടിയാണ്. അത് ഇറ്റ്സ് എ ചാലഞ്ച്. എനിക്ക് തോന്നുന്നത് എല്ലാ മ്യൂസീഷ്യനും ഒരു മ്യൂസിക് ഡയറക്ടറും അത് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് വേണം, ഡയറക്ടറിന് എന്താണ് വേണ്ടത് അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവരുടെ മനസ്സിലുള്ളത് ആ ഒരു ഇമാജിനേഷൻ നമ്മൾ എലിവേറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ചലഞ്ച് തന്നെയാണ്. പിന്നെ ആ ഒരു സിങ്ക് കിട്ടണം ഡയറക്ടറുമായിട്ട്. അത് എന്തായാലും ഉണ്ടായിരുന്നു. രാജീവ് സാർ വാസ് വെരി കോപ്പറേറ്റീവ്. നമ്മുടെ ആദ്യത്തെ പടമാണ്. അപ്പോൾ പുള്ളി ഇൻഎക്സ്പീരിയൻസ് ഒക്കെ പുള്ളി ക്ഷമിച്ചു. ലേറ്റ് ആവും കുറച്ച്, പുള്ളി അല്ല നമ്മൾ ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. കന്നഡയ്ക്കല്ലേ ബാക്ക്ഗ്രൗണ്ട് ചെയ്തത്? കന്നഡ ഫിലിമിന് 2 പടം ചെയ്തത്. ദാറ്റ്സ് ഗ്രേറ്റ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന വേറെ ഒരു ഫീലാണ്. കന്നഡ പഠിച്ചു? അപ്പോൾ കന്നഡ എനിക്ക് ಗೊತ್ತು സറി. എനിക്ക് അത്രയും പോലും ಗೊತ್ತಿಲ್ಲ. സംഭവം 3 കൊല്ലം ബാംഗ്ലൂർ. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് അവിടെ ആയിരുന്നു, കർണാടകയിലാണ്. ഹസൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അപ്പം അവിടെ പഠിച്ചപ്പോൾ തന്നെ ലാംഗ്വേജുമായിട്ട് നമ്മൾ അത്യാവശ്യം ബന്ധമായി. ജോബിനോട് കുറേ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നുണ്ട്. ബട്ട് ഐ ഓൾസോ വോണ്ട് ടു ഹിയർ യു സിംഗ്, ബിക്കോസ് ഐ പേഴ്സണലി ലവ് യുവർ സിംഗിങ് സ്റ്റൈൽ എ ലോട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ജോബ് ലൈവിൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് വൺ ഓഫ് യുവർ USPs എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അൽഫോൻസ് ചേട്ടൻ്റെ പാട്ടാണ് ആരോമലെ. റഹ്മാൻ സാറ് കമ്പോസ് ചെയ്ത് അൽഫോൻസ് ചേട്ടൻ ഇങ്ങനെ ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ പാടി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അത് ഞാൻ പല സ്റ്റേജിലും ഇപ്പം അത് പാടാറുണ്ട്. പാടുമ്പോൾ ഞാൻ ആദ്യം ഒരു ബാക്കപ്പ് എടുക്കും. ഞാൻ ചെയ്യാൻ പാടില്ല ഒരു ആർട്ടിസ്റ്റ്, പക്ഷെ ആ പാട്ട് കുറച്ച് ബാക്കപ്പ് എടുക്കും. ഞാൻ പറയും ഇതിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അൽഫോൻസ് ചേട്ടൻ. പക്ഷേ പുള്ളി പാടി വെച്ചിരിക്കുന്നത് എത്രത്തോളം എനിക്ക് പാടാൻ പറ്റും എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പാട്ട് പാടി തുടങ്ങാറുള്ളൂ. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് ഡൺ ഇറ്റ് ഡീസൻ്റ്ലി വെൽ എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ നമുക്കൊന്ന് നോക്കിയല്ലോ കുറച്ച് ബ്ലൂസ്.
റാൽഫ് രാജേട്ടാ ഫ്രണ്ട്സേട്ടാ അടിപൊളി job. അയ്യോ താങ്ക് യു അല്ലേ Too good, man. I'm lost. I don't even know what I'm doing. ഞാനിങ്ങനെ മുഴുകിപ്പോയിട്ടേ. അല്ല ഞാൻ പറഞ്ഞ ഇത് പാടിയതും കമ്പോസ് ചെയ്തതും അങ്ങനെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു മിനിമൽ സാധനം കൊണ്ടുവരാൻ പറ്റിയാൽ It was awesome. എനിക്ക് I'm lost for words actually. എല്ലാവരും കൂടി വന്നപ്പോൾ I'm actually thanking Amrita for giving me duet now. താങ്ക് ശരിക്കും